എന്നെ ഇവിടെ വിളിച്ചിരുത്തി എന്നെ കൊണ്ട് ചലഞ്ച് ചെയ്യിപ്പിച്ച് എന്നെ തോപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ എന്നെ നാണം കെടുത്ത ഇവളുടെ ഉദ്ദേശം. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും കൊല്ലടി വന്ന എന്നെ കൊല്ല് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മള് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സെയിം അല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഞാൻ ചിലപ്പോ പറയാൻ വരുന്നത് വേറെ ഒന്നായിരിക്കും, ഇവിടെ അവസാനിപ്പിക്കുന്നത് വേറെ ഒന്നിലായിരിക്കും. അല്ല അത് തന്നെ നമ്മള് കഴിഞ്ഞ വട്ടം ചെയ്തതിന്റെ പാർട്ട് 2 ആണ് ഗൈസ്. അപ്പൊ ഏത് വീഡിയോ ആണല്ലേ? ഏത് വീഡിയോ? അതെ ഗൈസ്, ഗൈസ് അപ്പൊ നമ്മള് വിസ്പർ ചലഞ്ചിന്റെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മള് ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ രാവിലെ വീഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയിട്ട് അതിപ്പോ കഥയൊക്കെ അടച്ചെടുക്കുന്നു. തുറന്നു നോക്കിയപ്പോ എന്താണ് വെള്ള പേപ്പറിൽ ഇരുന്ന് എഴുതുന്നു. ഗൈസ് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ പേപ്പറിനകത്ത് എഴുതി മടക്കി കൂട്ടി വെച്ചേക്കാണ്. മിക്കവാറും സെയിം ആയിരിക്കും രണ്ടുപേരും എടുത്ത് വെച്ചിരിക്കുന്നത്. അതറിയത്തില്ല, നമുക്ക് മാറ്റി പറയാലോ ഗൈസ്. അപ്പൊ നമ്മള് 5 ഡയലോഗ്സ്, അതെന്തുവാ പാട്ടാവാം, എന്തെങ്കിലും ഡയലോഗ്സ് ആവാം, എന്തുവാവാം ഗൈസ്. അങ്ങനെ 5 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം ഗൈസ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മള് ചെവിയിൽ മറ്റേ സാധനം കുത്തി കയറ്റണം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വട്ടത്തെ ഇത് വെച്ചിട്ടാണ് വിസ്പർ ചലഞ്ച് ചെയ്തത്. ഇത് വെച്ചിട്ടാണെങ്കിലും കേൾക്കത്തില്ലായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയ പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളപ്പം ജസ്റ്റ് നമ്മള് ഇയർബഡ്സ് യൂസ് ചെയ്യണം ഗൈസ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് വെച്ചിട്ട് വേണം ട്രൈ ചെയ്തിട്ട് ഇത് കേൾക്കുന്നുണ്ടോ നോക്കണമല്ലോ, കൈ വേദന എടുക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടോ നോക്കണം ഗൈസ്. എന്നിട്ട് നമ്മള് നമ്മള് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പരസ്യം പോട്ടാ. സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന പോലുണ്ട്. ചെറുകപ്പറ സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ ഇത് എവിടെ പോയി നിൽക്കുമെന്ന്. കേക്കാമോ? അത് ഞാൻ പാട്ടിട്ടില്ല, ആ പരസ്യം ഓടുന്നോണ്ടാ. ഭയങ്കര ഇടിച്ചുകുത്തി പാട്ട് വെക്കേ. ഇടിച്ചുകുത്തി പാട്ടല്ലേ ഇത്? അല്ലയോ? ഓ ഗൈസ് എന്താണ് ഗൈസ്? അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോണ ഗൈസ്. നല്ല കേൾക്കുന്നുണ്ട്. കേക്ക് മീൻസ് പാട്ട് നല്ല കേൾക്കുന്നുണ്ട്. പൊട്ടി പ്രാന്താ പാട്ട് വെച്ചിട്ടാണോ? എനിക്ക് പാട്ട് വെച്ചിട്ട് കുറ്റം പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോ ഫസ്റ്റ് ഞാൻ ഒരു ഡയലോഗ് പൊന്നാക്കി പറയും, പൊന്ന അത് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കില്ലയോ? വയ്ക്കട്ടെ, ഒരു പാട്ട് പ്ലേ ചെയ്തോട്ടെ. ഡാൻസ് കളിക്കാൻ നീ ഡാൻസ് കളിച്ചോ? പതി ചെയ്ത് ഡാൻസ് കളിക്കണം. നല്ല തിരികെ കയറ്റിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ പൊന്നേടെ ശ്രദ്ധിച്ചേരണം, പിന്നെ കേട്ടില്ലെന്ന് പറയരുത്. എന്റെ ഈ കാല് വെട്ടം പോയിട്ടു. ഓക്കെ, മാജിക്കാണ്. ചോദിക്കട്ടെ, പാട്ട് കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചേക്കണം. ഞാൻ ലൗഡായിട്ട് പറയത്തില്ല, കുറച്ചുകൂടെ താഴ്ത്തിയേ പറയത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ താഴ്ത്തി ഞാൻ പറയത്തുള്ളൂ, താഴ്ത്തി. ഓക്കെ, പറയാൻ പോണേ. മൂക്കത്താണ് ശുണ്ടി. പുറത്താളുണ്ട്. അല്ല, മൂക്കത്താണ് ശുണ്ടി. നീ അടുത്തിട്ടില്ല, എനിക്ക് പേടിയാവത്. മൂക്കത്താണ് ശുണ്ടി. പുറത്താരാ ഉള്ളത്? നിന്റെ മാമ. എന്റെ അമ്മയോ? മൂക്കത്താണ് ശുണ്ടി. മൂക്കത്ത്. മൂക്കത്താണ് ശുണ്ടി. കുണ്ടിയോ? മൂക്കത്താണ് ശുണ്ടി. മൂക്കത്താണല്ലോ ശുണ്ടി. എന്റെ അമ്മച്ചി അറിയിക്കാതെ ഇരിക്കാവോ? ഗൈസ്, മൂക്കത്താണല്ലോ ശുണ്ടി. അത് തന്നെ കറക്റ്റ്, മൂക്കത്താണ് ശുണ്ടി. ഓക്കെ. എന്നാ അലയാടി നീ? പറയണമേ ഇതുപോലെ തന്നെ. പച്ച പരിഷ്കാരി, പച്ച മലയാളി. ഓക്കെ, പറയട്ടെ. എന്തായാലും പൊട്ടനാ, പറയത്തില്ല. ഞാൻ പറയുന്ന ഒന്നും പറയത്തില്ല.
യോ യോ കാണിച്ചിരിക്കല്ലേ? ഞാൻ പറയുന്നത് എനിക്ക് ഹിന്ദി അറിയത്തില്ലെന്നല്ലേ? തുടങ്ങിയോ? സെറ്റ്. അപ്പൊ ഞാൻ പറയാൻ പോണേ. പറയാൻ പോവാ. പറയട്ടെ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, എക്സ്പ്രഷൻ മാറ്റി പറയല്ലേ. വലിയ പേരാണോ? ഭയങ്കര സൗണ്ട് ആണോ? ചെറുക്കെ പറ. ഓക്കെ, പറഞ്ഞോ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും? എന്തുകൊണ്ട് വരും? അല്ലി, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഒന്നേ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഇത് ഉറക്കെ പറഞ്ഞു, എനിക്ക് കേക്കത്തില്ല. വരുമോ ഉപ്പിലിട്ടത്? കേക്കത്തില്ല, പറഞ്ഞോ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? പാട്ടാണോ? അല്ലേ? ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഉപ്പിലിട്ട നെല്ലിക്ക ആണോ? ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? പോയി വരുമ്പോൾ ആ എന്തുകൊണ്ട് വരും? എന്തുകൊണ്ട് വരും? ഞാൻ പറഞ്ഞടി. ഒന്നും കൂടെ പറയട്ടെ. ഓക്കെ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? കാറ്റോ? എന്ത് പറഞ്ഞു? ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഇല്ല, ഞാൻ പറഞ്ഞില്ല ഉപ്പിലിട്ട നെല്ലിക്ക. അപ്പൊ ഞാൻ തന്നെ വീണ്ടും വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഞാന് എന്റെ റൗണ്ടില് ഞാൻ നട്ടപ്പെട്ടല്ല വീണ്ടും 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 പറയുമ്പോ ഞാനും കൂടെ ഒന്ന് കേട്ടോട്ടെ. എത്ര നേരം വെക്കണ്ടല്ലേ? ആ ഓക്കെ ഗൈസ്. അപ്പൊ ഞാൻ പട്ടല വീണ്ടും 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 വീണ്ടും. അപ്പൊ അതുകൊണ്ട് ഇല്ല ഞാൻ ഇവിടെ 2-2 അടിച്ചു വിട്ടു. അപ്പൊ നമ്മള് പൊന്നാക്ക് വേണ്ടിട്ട് സെക്കൻഡ് റൗണ്ട്. അതെ ഗൈസ്, ആദ്യത്തെ റൗണ്ടില് പൊന്ന അയച്ചു. ഇനി സെക്കൻഡ് റൗണ്ട്. അപ്പൊ ഞാൻ തന്നെ ഓക്കെ, നമ്മള് പാട്ട് ചേഞ്ച് ചെയ്തു. ഇനി പൊന്നാക്ക് അടുത്ത ഡയലോഗ് പറയാൻ പോവാനാ. വെക്കി 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 കിസ് 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 കിസ്. കേക്കാമോ പാട്ട്? ആ കേക്കാമോ പാട്ട്? ഓക്കെ ഗൈസ്, അതിനിടയ്ക്ക് പൊന്ന പോയി ഒന്ന് ഛർദ്ദിച്ചു കേട്ടോ. ചിൻ 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 ചിൻ. നീയേ ഛർദ്ദിച്ചില്ലയോ? അത് പറഞ്ഞതാ. അപ്പൊ നെക്സ്റ്റ് പൊന്നയോട് ഞാൻ പറയാൻ പോകുന്ന ഡയലോഗ് ഓക്കെ കേട്ടോ, ശ്രദ്ധിച്ചേട്ടോ. നിന്റെ തന്തയല്ലടാ എന്റെ തന്ത. പറയുവാണോ? ആ തുടങ്ങി. പറയട്ടെ. നിന്റെ തന്തയല്ലടാ എന്റെ തന്ത. നിനക്കെത്ര എനിക്കെത്ര? അല്ല, നിന്റെ തന്തയല്ലടാ എന്റെ തന്ത. നിന്റെ തന്ത എന്റെ തന്ത. നിന്റെ തന്തയല്ലടാ എന്റെ തന്ത. വായിക്കത്തില് കയറി വാ. നിന്റെ തന്തയല്ലടി എന്റെ തന്ത. എന്നെ നോക്കി പറ. സോറി, നിന്റെ തന്തയല്ല എന്റെ തന്ത. ഇതെന്തോ കഥയോ? എന്താ എന്താ പറ. നിന്റെ തന്തയല്ല എന്റെ തന്ത. നിനക്ക് എത്ര എനിക്ക് എത്ര? അല്ല, നിന്റെ തന്തയല്ല എന്റെ തന്ത. നിന്റെ തന്തയല്ല എന്റെ തന്തയെന്നോ? കറക്റ്റാണ്. അല്ലല്ലോ എന്റെ തന്ത വേറെ, നിങ്ങളുടെ തന്ത വേറെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞ ശരിയായിരുന്നു. ശരിയാ. ഞാൻ സെക്കൻഡ് റൗണ്ടിൽ വിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് റൗണ്ടില് മൊന്നയ്ക്കുള്ളത് ഞാൻ പറയാൻ പോവാ. എന്നെ നോക്ക്. തളരരുത് അമ്മൻകുട്ടി, തളരരുത്. താന്നിരിക്കല്ലേ, നേരെ ഇരി. ആണോ? തളരരുത് രാമൻകുട്ടി, തളരരുത്. തറയിൽ ഇരിക്കാമോ നേരെ കയറി കട്ടിലിരി. അയ്യോ, തളരരുത് രാമൻകുട്ടി, തളരരുത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. ആഘോഷിക്കുവാണോ? എന്തുവാ? തളരരുത് രാമൻകുട്ടി, തളരരുത്. തളരരുത് രാമൻകുട്ടി. അയ്യോ, ബാക്കി വരുന്നില്ലല്ലോ. തളരരുത് രാമൻകുട്ടി, തളരരുത്. തളരരുത് രാമൻകുട്ടി, കിളരി കളരോ? തളരരുത് രാമൻകുട്ടി, തളരരുത്. തളരരുത് രാമൻകുട്ടി, കിളരി. അയ്യോ, കിളരി. തളരരുത് രാമൻകുട്ടി, കിളരി കളരോ? തളരരുത് രാമൻകുട്ടി, കിളരി കളർ എന്തുവാ? ഇല്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. തളരരുത് രാമൻകുട്ടി, തളരരുത് അല്ലയോ? ആണോ? എങ്ങനെ പിടിച്ചു? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചുമ്മാ പറഞ്ഞു, എനിക്കിത് മനസ്സിലായില്ല. തളരരുത് രാമൻകുട്ടി, കളരി കളരി.
തളരരുത് രാമൻകുട്ടി, തളരരുത്. തളരരുത് ഇങ്ങനെ എന്നാലല്ലേ എനിക്ക് മാറ്റി പിടിക്കാൻ പറ്റത്തുള്ളൂ. എക്സ്പ്രഷൻ മാറ്റി പറഞ്ഞു. അപ്പൊ എനിക്ക് 2 points. അല്ല ഞാനല്ലേ റൗണ്ട് ചോദിച്ചേ. എനിക്ക് 2 points, പന്നയ്ക്ക് 1 point. ഓക്കെ. ചോദിക്കട്ടെ. തുപ്പും ഞാൻ. തുപ്പരുതെന്നോ? തുപ്പും ഞാൻ. തുപ്പും ഞാൻ. തുപ്പാക്കി. തുപ്പും ഞാൻ. തുപ്പും ഞാൻ. തുമ്പിതുള്ളൽ. അല്ല, തുമ്പിതുള്ളലോ? അതെവിടുന്ന് വന്നടി? തുപ്പും ഞാൻ. തുപ്പും ഞാൻ. തുംച. തുപ്പും ഞാൻ. തുമ്മൽ. തുപ്പും ഞാൻ. തുപ്പും ഞാൻ. തുപ്പും ഞാൻ. തുപ്പും ഞാൻ. തുപ്പും ഞാനോ? നിങ്ങൾ എന്നെ തുപ്പുന്നോ? എന്നെ തുപ്പുന്നല്ല, ഞാൻ പറ ഡയലോഗ്. തുപ്പും ഞാൻ. തുപ്പും ഞാൻ. കറക്റ്റാ. കറക്റ്റാന്ന്. കറക്റ്റാന്ന്. കറക്റ്റാണോ? കറക്റ്റാ. കറക്റ്റാ. കറക്റ്റടി. കറക്റ്റാ. കറക്റ്റ്. ഗൈസ്, അപ്പൊ പൊന്നാക്കിയത് മനസ്സിലൊക്കെ കേൾക്കുന്നുണ്ടോ നിനക്ക്? പിന്നെ അതോടുള്ള ഇത്രയും കിടന്ന് ഞാൻ കള്ളക്കളി കളിക്കുവാണോ ഇനി? ഞാൻ ജയിക്കുമ്പോ കള്ളക്കളി, നിങ്ങൾ ജയിക്കുമ്പോ ഗൈസ്, അപ്പൊ പൊന്ന നീ ജയിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഞാനല്ലേ ഇപ്പൊ ജയിച്ചത്? ഞാനല്ലേ പറഞ്ഞേ? എന്റെ അടുത്ത് രാവിലെ വീഡിയോ കഴിയും പറഞ്ഞിട്ട് ഒരാൾ പറയുന്നിട്ട് പോയി ഡയലോഗ് ഒക്കെ നോക്കി പഠിക്കണം. ഇത് എന്നിട്ട് തുപ്പും, എറിയും, അടിക്കും, ഇടിക്കും. തുടങ്ങിയോ? പറയട്ടെ. പറഞ്ഞോ. ഗുലാനോടാണോടാ നിന്റെ കളി? ഏതോ ഗുലാനോടാണോടാ നിന്റെ കളി? കുഞ്ചാക്കോ ബോബൻ, രമ്യ നമ്പീശൻ, കുഞ്ചാക്കോ മന്മഥനോ? ഗുലാനോടാണോടാ നിന്റെ കളി? മനസ്സിലാവുന്നില്ല. നീ ലിപ്പ് എനിക്കത് മനസ്സിലാവുന്നില്ല. ലിപ്പ് മൂവ്മെന്റ് ഞാനൊക്കെ പറഞ്ഞു തരട്ടെ. മന്ത്രം ചൊല്ലട്ടേന്നോ? അടങ്ങ രാമൻകുട്ടി, അടങ്ങ. പറഞ്ഞോ. ഗുലാനോടാണോടാ കളി? ഗുലാനോടാണോടാ നിന്റെ കളി? ഞെട്ടൂരാനോടാണോടാ? ഗുലാനോടാണോടാ നിന്റെ കളി? ഗുലാനോടാണോടാ നിന്റെ കളി? കോഴിക്കോടോ? ഗുലാനോടാണോടാ നിന്റെ കളി? കൊട്ടയും കൊണ്ടാണോടാ? ഗുലാനോടാണോടാ നിന്റെ കളി? മനസ്സിലാവുന്നില്ലടാ. പറയടാ. ഗുലാനോടാണോടാ നിന്റെ കളി? ഇതൊന്നും അനങ്ങുന്നില്ല ഗൈസ്. ഇതൊന്നും ഗുലാനോടാണോടാ നിന്റെ കളി? ഗുലാനോടാണോടാ നിന്റെ കളി? ലാസ്റ്റ് ഒറ്റ പറയത്തുള്ളൂ. ഗുലാനോടാണോടാ നിന്റെ കളി? സുഖമാണോടാ നിനക്കൊക്കെ? പിന്നെ സുഖമാ. മുടിപ്പിച്ചോന്ന് ഇറങ്ങിക്കോ. ഫൈനലേ. ഗുലാനോടാണോടാ നിന്റെ കളി? ആരെണ്ണാണോടാ കളി? കളിയുണ്ടോ? ആണോ? ഗുലാനോടാണോടാ നിന്റെ കളി? എന്തോ ഒരു കളി ഉണ്ടല്ലോ. കളി വരുന്നുണ്ടല്ലോ. കുഞ്ചാക്കോവനാണോടാ? ഒറ്റ വട്ടം കൂടെ. ലാസ്റ്റ് ആൻഡ് ഫൈനലേ. ഗുലാനോടാണോടാ നിന്റെ കളി? വെട്ടൂരാനോടാണോടാ നിന്റെ കളി? ആരായി വെട്ടൂരേൻ? അല്ലേ, വെട്ടൂരല്ലേ? ഓക്കെ ഇല്ലേ. ഗുലാനോടാണോടാ നിന്റെ കളി? അത് ഏത് ഡയലോഗ്? ഞെട്ടൂരാനോടാണോടാണോടാ നിന്റെ കളി? അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലേ. തുറുപ്പുകുലാനിലെ ഗുലാൻ. ഓഹോ, രാവിലെ ഇരുന്ന് എല്ലാ സിനിമകളും കാണുമായിരുന്നല്ലേ. അപ്പം ഔട്ട്. എനിക്ക് 3 points, 1 point. എനിക്ക് 1 ഉള്ളൂ, 2 ഇല്ല. എനിക്ക് തരണം നീ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. തുടങ്ങി പറയുവാണ് ഗൈസ്. പറയാൻ പോവാണ് ഗൈസ്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. മുദ്ര. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണകുടി. കൃഷ്ണകുടി. കുടി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. രാമമൂർത്തി. രാമനല്ല. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണകുടിയിലെ രാമൻ. രാമന്റെ കൊച്ചച്ഛൻ. കൃഷ്ണമൂർത്തിയുടെ
കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. മൂത്ത രാമൻ. മൂത്തരാമൻ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി അല്ലയോ? ആണോ? ആണ്. എന്നാ അല്ല. എനിക്ക് എനിക്കൊന്നും തെറ്റിച്ചില്ലെന്ന് തോന്നല്ലോ. എല്ലാം പറഞ്ഞടി. 4 റൗണ്ടിൽ 4 പോയിന്റ്സ്. ഗൈസ്, അപ്പൊ നമ്മള് കടക്കാൻ പോകുന്നത് ലാസ്റ്റ് 5ാമത്തെ റൗണ്ട്. അല്ല, 4ാമത്തെ റൗണ്ടിൽ പന്നട കഴിഞ്ഞില്ല. ഇല്ലയോ? ഇല്ല ഗൈസ്, അപ്പൊ നമ്മള് 4ാമത്തെ റൗണ്ട് ഇനി കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇല്ല ഗൈസ്, അപ്പൊ ഇതിലെങ്കിലും ഞാൻ പറയും. എനിക്ക് ഓൾറെഡി 2 പോയിന്റ് ഉണ്ട്. ഒന്നേ ഉള്ളൂ. ഓർമ്മ തരാന്ന് പറഞ്ഞ ഞാൻ ജയിക്കുവാണെങ്കിൽ ഞാൻ ഒരെണ്ണം വേണ്ട. അത് എനിക്ക് അറിയാം. ഉദാര്യമൊന്നും വേണ്ട ഗൈസ്. ഞാൻ കളിച്ച് ജയിച്ചെടുത്തോല്ല കിട്ടോ. ഓക്കെ, റെഡി? ആർ യു റെഡി? ചെക്കോസ്ലോവാക്കിയ. നടക്കത്തില്ല. ഇവളെല്ലാം പറഞ്ഞ് ഈ ഒരു എക്സ്പ്രഷനിലാണ് ഇങ്ങനെ തന്നെ പറയാം. എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അതുപോലെ പറയണം. ചെക്കോസ്ലോവാക്കിയ. മുംബൈ നിനക്ക് സുഖമാണെന്നുള്ള ചോദിച്ചത് ഇങ്ങനെ തന്നെ പറ. ചെക്കോസ്ലോവാക്കിയ. ചെക്കോസ്ലോവാക്കിയ. ഇതൊക്കെ സ്വാഭാവികം ആണോ? അല്ല, ചെക്കോസ്ലോവാക്കിയ. ചെക്കോസ്ലോവാക്കിയ. സോ വാട്ട്? ഷെർലക് ഹോംസ്. എന്തോ? ചെക്കോസ്ലോവാക്കിയ. നീ എങ്ങനെയൊന്നും പറയാതെ നീ നേരെ പറ. എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ചെക്കോസ്ലോവാക്കിയ. എന്റെ കണ്ണിലല്ല, എന്റെ വായിൽ പറ. ചെക്കോസ്ലോവാക്കിയ. ഡയലോഗ് ആണോ? അല്ല, ഒരു വേർഡ്. ചെക്കോസ്ലോവാക്കിയ. ആരെങ്കിലും മരിച്ചോ? ചെക്കോസ്ലോവാക്കിയ. അങ്ങോട്ട് നോക്കി പറ. ചെക്കോസ്ലോവാക്കിയ. ക്യാ 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 ഹേ? ക്യാ ക്യാ ക്യാ? ചെക്കോസ്ലോവാക്കിയ. ചെക്കോസ്ലോവാക്കിയ. ഒന്ന് പറ, ചെറിയ പറ. സുഖമാണോ? ചെക്കോസ്ലോവാക്കിയ. ഇത് അനക്കി പറയണ. ചെക്കോസ്ലോവാക്കിയ. എന്റെ തൊണ്ട. ചെക്കോസ്ലോവാക്കിയ. ചെക്കോസ്ലോവാക്കിയ ആണോ? അല്ലേ? ആണോ? അപ്പം പിടിച്ചു ഗായ്സ്. അല്ലേ? ചെക്കോസ്ലോവാക്കിയ. 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 ശരിയാണോ ഗൈസ്? അപ്പൊ എന്റെ ചെക്കോസ്ലോവാക്കിയ ഓക്കെയാണ് ഗൈസ്. Only 2 points. Only 2 points. എനിക്ക് 4 points. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആണ് ഗൈസ് ഇനി വരാൻ പോകുന്നത്. ലാസ്റ്റ് ഇതും കൂടെ കിട്ടി ഞാൻ തൂക്കി. അല്ലേലും ഞാൻ തൂക്കി. സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഓക്കെ. ഒറ്റയ്ക്ക് വഴിവട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ. ഞാൻ ഒറ്റ പറയത്തില്ലായിരിക്കും കഴിച്ചുകള് പറഞ്ഞു. അണ്ണാൻ അതല്ല. അതല്ല. അതാണ്. അല്ല. അല്ലടി അല്ലടി അല്ലേ? അപ്പൊ അങ്ങനെ വിജയകരമായി ഞാൻ ജയിച്ചെന്ന് പറയാൻ പാടത്തില്ല. ഇവിടെ കൈകൊട്ടി പാട്ടൊക്കെ പാടുന്നത് ഇതിന്റെ ഓളത്തിലെങ്കിൽ പോയതാ ഫീലിങ്സ്. ഓക്കെ. അപ്പൊ എന്റെ ഡയലോഗ് ഇതാണ്. ഹോം ക്രീം കുട്ടിച്ചാത്ത. ഹോം ക്രീം കുട്ടിച്ചാത്ത പറയാൻ പോവാണോ? പറഞ്ഞു. അങ്ങോട്ട് നോക്കി പറഞ്ഞാണോ? ഇത് ഹോം ക്രീം കുട്ടിച്ചാത്ത. ഉറക്കം വരുന്ന കുട്ടിച്ചാത്താന്നോ? മന്ത്രം ചെല്ലതാ. ഹോം ക്രീം കുട്ടിച്ചാത്ത. ഹോം ക്രീം കുട്ടിച്ചാത്ത. അല്ല ഇല്ല ഗൈസ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പതുക്കെ പറ. പതുക്കെ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇനിയെങ്കിലും നീ വേറെ മോഡുലേഷനിൽ പറ. ഹോം ക്രീം പറ. ഹോം ക്രീം കുട്ടിച്ചാത്ത. ഹോം ക്രീം കുട്ടിച്ചാത്ത. ഒന്നുകൂടെ പറ.
ഓം ക്രീം കുട്ടിച്ചാത്ത. ഓമലൊരു കുട്ടിച്ചാത്തനോ? എന്താ പറയുന്നേ? ഓം ക്രീം കുട്ടിച്ചാത്ത. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓം ക്രീം കുട്ടിച്ചാത്ത. ഓം ക്രീം കുട്ടിച്ചാത്ത. ഒന്നിനെ ഓം ക്രീം കുട്ടിച്ചാത്ത. ഓ ഗായ് സത്യം പറയല്ലേ, ഭയങ്കര കൺഫ്യൂഷനാ. ഒരു വാക്കുപോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവറാ ഓം ക്രീം കുട്ടിച്ചാത്ത. ഓടയിൽ അമ്മാവ ആളറിയോ? ഓം ക്രീം കുട്ടിച്ചാത്ത. ഓടയിൽ നിന്ന് ഓം ക്രീം കുട്ടിച്ചാത്ത. എന്താണ് പാടണം പ്ലീസ് റാ. ഓം ക്രീം കുട്ടിച്ചാത്ത. ഓം ക്രീം കുട്ടിച്ചാത്ത. കുഞ്ഞുവാവേ ഓം ക്രീം കുട്ടിച്ചാത്ത. ഏ ഓം ക്രീം കുട്ടിച്ചാത്ത. ഓം ക്രീം കുട്ടിച്ചാത്ത. ഓ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓം ക്രീം കുട്ടിച്ചാത്ത. ഏ ഓം ക്രീം കുട്ടിച്ചാത്ത. ഓർമ്മയുള്ള വലുതോ? ഓർമ്മയുള്ള ഓം ക്രീം കുട്ടിച്ചാത്ത. ഓം ക്രീം കുട്ടിച്ചാത്ത. ഓരോ നേരം പറ. ഓം ക്രീം കുട്ടിച്ചാത്ത. എന്റെ അമ്മച്ചി എന്ത് പറയുന്നേ? പറ. ഓം ക്രീം കുട്ടിച്ചാത്ത. ഓർമ്മയുണ്ടോ ഈ മുഖം? അല്ല. ഓം ക്രീം കുട്ടിച്ചാത്ത. ഓയിലാണ് തുടങ്ങുന്നേ. ഓം ക്രീം കുട്ടിച്ചാത്ത. അറിയതല്ലേ? ഓം ക്രീം കുട്ടിച്ചാത്ത. മന്ത്രം ചൊല്ലുമായിരുന്നു ഇവിടെ ഇവിടുന്ന് മന്ത്രം ചൊല്ലുമായിരുന്നു. എനിക്കറിയത്തില്ല ഇവിടെ ഒന്നും മനസ്സിലാകത്തില്ല നീ പറയുന്നേ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഒട്ടും മനസ്സിലാകത്തില്ല, ഒരു അക്ഷരം പോലും മനസ്സിലാകത്തില്ല. എന്റെ കഴിവ്, എന്റെ ബോധ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല നീ മന്ത്രം കണ്ടപ്പോ പറയുവാന്ന്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. അപ്പൊ നമ്മുടെ റൗണ്ട് കഴിഞ്ഞു ഗൈസ്. എന്റെ അമ്മച്ചി വേർത്ത് കുളിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്നും അങ്ങനെ വിജയകരമായത്. ഇപ്പൊ എത്ര എണ്ണത്തിന് ആൻസർ പറഞ്ഞു? നീ 5 6 അങ്ങനെ പറഞ്ഞു. ഞാൻ എല്ലാ റൗണ്ടിലും പറഞ്ഞു, ഒന്നും കളഞ്ഞില്ല. എന്തായാലും ഞാൻ തോറ്റു. എനിക്ക് പറഞ്ഞില്ല, തളരി രാമൻകുട്ടി പറഞ്ഞില്ല, ഗുലാനോടാണോ കളി പറഞ്ഞില്ല. ലിസ്റ്റ് എടുത്ത് ഞാൻ പോവാ. ഇത് നിങ്ങളുടെ പാടായി. ഞാൻ പോവാണ് ഗൈസ്. ലിസ്റ്റ് എടുത്ത് 2 എണ്ണം പറഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോ ഫോണിപ്പോ ചവിട്ടി ഇറങ്ങിയാണ്. അപ്പൊ ഇന്ന് ഞാൻ തോറ്റു. ഇന്ന് ഞാൻ തൂക്കി. ഇന്ന് നീ തൂക്കി, നാളെ ഞാൻ തൂക്കുമായിരിക്കും. നാണമില്ലേടോ തനിക്ക്? ഇങ്ങനെ തോക്കാൻ നാണമില്ലേടോ തനിക്ക്? അല്ല നിനക്ക് എളുപ്പമുണ്ട് എന്നെ ഇങ്ങനെ തോപ്പിക്കാൻ. എടെ ചത്തി നടക്കുന്ന ഇച്ചിരി വെള്ളം കൊടുക്കാനുള്ള മനസാക്ഷികളേക്ക് അയക്കണം. ഒരു മാർക്കെങ്കിലും കൂടി തരാൻ ശ്രമിക്കണം. എല്ലാ സിനിമയിലെയും ഡയലോഗ്. ഇല്ല ഞാൻ സിനിമയിലെ ഡയലോഗ്സ് ഒന്നും ഞാൻ അങ്ങനെ ഓർത്തൊന്നും വെക്കുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഡയലോഗ് പഠിച്ചിട്ട്, പക്ഷെ കണ്ടു വെച്ചിരുന്ന ഡയലോഗ് ഒന്നും പറഞ്ഞില്ല. എനിക്ക് കിട്ടിയതോ തുപ്പരുത്, ഓടരുത്, ഇടിക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അന്ന് ഞാൻ തന്നെ ആയിരിക്കും ജയിക്കുന്നത്. അല്ല നമ്മൾ ഇനി ചലഞ്ച് വീഡിയോ ചെയ്തില്ല, നിർത്തി. ചലഞ്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഉറക്കം തീർന്നില്ലയോ ചെയ്യുന്നുള്ളൂ ഗൈസ്. എനിക്ക് ഇതിലൊന്നും പറയാനില്ല. ഒന്നെങ്കിൽ ഇപ്പുറത്തേക്കുന്ന ആള് നമ്മളെ വിഷമമുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഞാൻ അങ്ങ് ഭയങ്കര ഡൗൺ ആയി. പിന്നെ ചതി ചീരിത്തി അങ്ങ് തേച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചലഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യത്തില്ലേ? അപ്പോഴും എന്നിട്ട് എന്നെ ഇവിടെ വിളിച്ചിരുത്തി എന്നെ കൊണ്ട് ചലഞ്ച് ചെയ്യിപ്പിച്ച് എന്നെ തോപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ എന്നെ നാണം കെടുത്ത ഇവളുടെ ഉദ്ദേശം. ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.